മലയാള മനോരമയുമില്ല, ഏഷ്യാനെറ്റുമില്ല, മാതൃഭൂമിയുമില്ല, ഒന്നുമില്ല. ഈ ജില്ലയിലെ ഈ സാധാരണപ്പെട്ടവൻ്റെ സന്തോഷം പകർത്തുവാൻ നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വിതരണം ചെയ്യുന്ന പട്ടയമായതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാതെ പോയതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കൈരളിയും ദേശാഭിമാനിയും PRDയുമാണ് ഇവിടെ ഉള്ളത്, മറ്റാരുമില്ല. പട്ടയം കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട്. നമുക്കിത് കിട്ടാൻ ഭയങ്കര പ്രകാശം വിഷമമായിരുന്നു. ഇപ്പോൾ നമ്മൾ പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമി നമ്മൾ അനുഭവിച്ചെന്നുള്ള വിഷം നമുക്ക് മനസ്സിലൊരു ഉറപ്പുണ്ട്. നമ്മളൊരു വലിയ സന്തോഷമാണ് നമുക്കൊരു കിട്ടിയെന്ന് പറഞ്ഞൊരു സന്തോഷം. പറയാനുള്ള വർഷങ്ങൾക്ക് ശേഷം കഠിന പ്രയത്നത്തിന്റെ ഫലമായി ഈ പട്ടയം കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കുഞ്ഞിനൊരു ഇതായി ആ ഭൂമി കിട്ടിയോണ്ട് ഗുണമുണ്ട്. അതുകൊണ്ടെല്ലാം അതിൽ വീട് വെക്കണം. കുറേ നാളായിട്ട് കിടന്ന ഭൂമി സ്വന്തമായിട്ട് കൈ കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷം. ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു വീട് വയ്ക്കാനും എല്ലാം ഇതൊക്കെ കിട്ടിയെങ്കിലേ പറ്റത്തുള്ളായിരുന്നല്ലോ. ഒത്തിരി നാൾ പ്രയത്നിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ സന്തോഷം. 100 വർഷത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് മലബണ്ടാരം വിഭാഗത്തിൽപ്പെട്ടതൊക്കെ എന്താണ് MLA? തീർച്ചയായിട്ടും ഈ ജില്ലയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാവും വലിയ സന്തോഷമാണ്. എൻ്റെ മണ്ഡലത്തിലെ പ്രമാടം പഞ്ചായത്തിലെ 4 സെൻറ്റ് കോളനി അവർ തലമുറകളായി അവർക്ക് ഭൂമിയുണ്ട്. പക്ഷേ വലിയ നിയമപ്രശ്നത്തിൽ സങ്കീർണമായി കിടക്കുകയായിരുന്നു. പട്ടയം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പണ്ട് അവർക്ക് വകുപ്പ് കൊടുത്ത ഭൂമിയാണ്, പക്ഷേ അത് ഏതോ ജന്മിയുടെ പേരിൽ കിടക്കുകയായിരുന്നു. ആ സങ്കീർണമായ എല്ലാ കുരുക്കുകളും അഴിച്ചുകൊണ്ടാണ് നീണ്ട കുറേ വർഷത്തെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ 10 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു 3 തലമുറയും 2 തലമുറയും എല്ലാമായി കൈവശം വെച്ച ഭൂമിക്കാണ് പല സാഹചര്യങ്ങളിൽ പട്ടയം കൊടുക്കാൻ കഴിയാതെ പോയത്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും സാധാരണ ജനങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ നിലയിലുള്ള ഇടപെടൽ, നിരന്തര ഇടപെടലിൻ്റെ ഭാഗമായി പട്ടയം ലഭിച്ചിട്ടുള്ളത്. ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത എല്ലാവരെയും, ഗവൺമെൻറ്റിനെയും ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. MLA എന്ന നിലയിൽ ഇപ്പോൾ ഇവർക്ക് താമസിക്കാൻ വീട് വെക്കാൻ പോലും ഭൂമിയില്ലായിരുന്നു. വലിയ ചാതുകാർത്തി ഈ സമയത്ത് വലിയ ആത്മസംതൃപ്തിയല്ലേ? തീർച്ചയായിട്ടും അവരുടെ പലപ്പോഴും പല ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. കോന്നിയെ സംബന്ധിച്ചിടത്തോളം കോന്നിയുടെ മുൻ ജനപ്രതിനിധി റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. അവരുടെ എല്ലാം വീടുകളിലും ഓഫീസുകളിലും എല്ലാം പോയി കയറി ഇറങ്ങിയ കഥകളാണ് ആ പാവപ്പെട്ട അമ്മമാർ പറയുന്നത്. അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് സാധാരണ ജനങ്ങളോടുണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം അവർ കൊടുത്തു തീർത്തേനേയും. തീർച്ചയായിട്ടും വലിയ ഇടപെടൽ ഉള്ളതുകൊണ്ട് വലിയ ആത്മസംതൃപ്തിയാണ്, വലിയ സന്തോഷമാണ് ഈ നിമിഷത്തിൽ.